1985 ഷബാന ബീഗത്തിന്റെ കേസ് എന്തായിരുന്നു? അവര് മൊഴി ചൊല്ലി, അവർക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഭർത്താവ് വേറെ കെട്ടുന്നു. അവർ സുപ്രീം കോടതിയിൽ, ആദ്യം മധ്യപ്രദേശിലെ ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് സുപ്രീം കോടതി വരുന്നു. സുപ്രീം കോടതി വരുമ്പോൾ സുപ്രീം കോടതി ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 125 പ്രകാരം എല്ലാ ഇന്ത്യൻ സ്ത്രീകൾക്കും, വിവാഹ മോചിതരായിട്ടുള്ള എല്ലാ ഇന്ത്യൻ സ്ത്രീകൾക്കും ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നുള്ള വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാവുന്നു. ആർക്കും ഒരു ശല്യമില്ല. പക്ഷേ മുസ്ലിം പേഴ്സണൽ ബോർഡും അങ്ങനെയൊക്കെയുള്ള സംഘടനകളും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. അങ്ങനെ സമ്മതിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല, മറ്റുള്ള ജനങ്ങൾക്കുള്ള നിയമമൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ വ്യക്തി നിയമം അനുസരിച്ച് വിവാഹ മോചിതയായി കഴിഞ്ഞാൽ എന്താണ് ഞങ്ങളുടെ നിയമം? ഇദ്ദാകാലം എന്ന് വെച്ചാൽ 3 മെൻസ്ട്രൽ പീരീഡ്, ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ജീവനാംശം കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞില്ല. അതെന്തിനാ ഈ 3 മെൻസ്ട്രൽ പീരീഡ് നോക്കുകയെന്ന് പറഞ്ഞാൽ ഇയാളുടെ വഴി ഗർഭം ധരിക്കാനുള്ള സാധ്യത വല്ല ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പഴയ ഒരു എന്താ പറയുക ട്രൈബൽ ബുദ്ധിയാണത്. അപ്പോൾ അതാണ് എൻ്റെ നിയമം, അതനുസരിച്ച് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു CRPC 125 പ്രകാരം ഷബാന ബീഗിനും എല്ലാവർക്കും ഉള്ള ജീവനാംശത്തിനുള്ള അവകാശം മുസ്ലിം സ്ത്രീക്കുണ്ട്. അന്ന് ഗാന്ധി തന്നെ രാജീവ് ഗാന്ധി പാർലമെന്റിലെ ലോക്സഭയിൽ 400-ലധികം അംഗങ്ങൾ ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി ഈ മുസ്ലിം സംഘടനകളുടെ അതുപോലെ തന്നെ മുസ്ലിം അനുകൂല രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദത്തിൽ മുട്ടുമടക്കി പുള്ളി ഒരു പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് പുള്ളി അത് നിയമമാക്കി പാർലമെന്റിലെ ബ്രൂട്ടൽ മെജോറിറ്റിയോടെ. എന്തായിരുന്നു അതിൻ്റെ അകത്തുള്ള പറഞ്ഞിരുന്നത്? സുപ്രീം കോടതിയുടെ നിയമമൊന്നുമല്ല, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശ സംരക്ഷണ നിയമം എന്നൊക്കെയാണ് അതിൻ്റെ പേരെങ്കിലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 ഈ പറയുന്ന യുദ്ധകാലത്ത് മാത്രം ആണ് അവർക്ക് ജീവനാംശത്തിനുള്ള അവകാശം. അപ്പോൾ സുപ്രീം കോടതി ഒരു ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചു. പാർലമെന്റിലെ ബ്രൂട്ടൽ മെജോറിറ്റി കാരണം രാജീവ് ഗാന്ധി കമ്മ്യൂണൽ മെസ്സാജിങ് നടത്തി അതിനെ അട്ടിമറിച്ചു. അപ്പം സുപ്രീം കോടതി എന്താണ് പറയുക, ഭരണഘടന ഉയർത്തിപ്പെടുത്തി വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിയുടെ അവകാശങ്ങൾ, ഇതൊക്കെയാണ് സുപ്രീം കോടതി നോക്കിയത്. നമ്മുടെ പാർലമെന്റ് അന്ന് നോക്കിയത് എന്താണ്? മതം, കമ്മ്യൂണൽ മെസ്സാജിങ്, ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇലക്ഷന് പോയിട്ട് രക്ഷപ്പെട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചതാരാ? കോടതി. മതപക്ഷത്ത് നിന്ന് ബാറ്റ് ചെയ്താരാണ്? പാർലമെന്റ് അല്ലെങ്കിൽ ഭരണകൂടം. ഇന്ന് നേരെ തിരിച്ച് ആളുകൾ പറയുന്നു കോടതി ഈ വഖഫ് ബില്ലിലെ ചില വകുപ്പുകൾക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു, സെമി സ്റ്റേ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അവർ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയാണ്. അതേസമയം ഭരണകൂടം എന്ത് ചെയ്യുന്നു? ഭരണകൂടം നേരെ തിരിച്ച് ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നു. വഖഫ് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്ക്. രണ്ടും നിങ്ങൾ വിചാരിക്കും ഒരൊറ്റത്ത് സുപ്രീം കോടതി മതപക്ഷത്ത് നിൽക്കുന്നു, ഇപ്പോൾ അന്ന് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നു, ഭരണകൂടം മതപക്ഷത്ത് പോകുന്നു. ഇപ്പോൾ ഭരണകൂടം പ്രോഗ്രസീവ് ആയിട്ടുള്ള റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു, സുപ്രീം കോടതി മതപക്ഷത്ത് നിന്ന് ആ നെറേറ്റീവ്, ആ പാർട്ടികൾ, ആ സംഘടനകളോട് കൂടെ നിൽക്കുന്നു. ഇതെങ്ങനെ നേരെ റോൾസ് തന്നെ വിപരീതമായി, അന്ന് ചെയ്തതിന് നേരെ വിപരീതമായി. ഇതിനകത്തൊരു വിരോധാഭാസം എനിക്ക് തോന്നുന്നുണ്ടോ? ഇരട്ടത്താപ്പും വിരോധാഭാസം ഒന്നും ഇല്ല ഇതിനകത്ത് സത്യത്തിൽ. രണ്ടും ഒരു കാര്യം, ഒരേ തിരക്കഥ. കാരണം അന്ന് ആരുടെ കൂടെ നിന്നത്? ഇവിടെയുള്ള പാർട്ടികൾ അന്ന് നിന്നത് ഇന്ന് നിന്നത് അവർ ഒരിടത്ത് തന്നെ നിൽക്കുന്നത്. ദേ ആർ ഡൂയിങ് കമ്മ്യൂണൽ മെസ്സാജ്. അവരെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസമില്ല. അവരന്ന് ഭരണപക്ഷത്തായിരുന്നു, ഇന്ന് പ്രതിപക്ഷത്താണെന്നുള്ള വ്യത്യാസമുള്ളൂ. ദേ ആർ ഡൂയിങ് എക്സാക്ട്ലി ദ സെയിം തിങ്, ദേ ആർ റിപ്പീറ്റിംഗ് ഇറ്റ്. ഇനി ഭരണഘടനാപരമാണോ ഒരു കാര്യം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? അത് മതത്തിന് ഇഷ്ടപ്പെട്ടോ, നമ്മുടെ മതത്തിന് ഇഷ്ടപ്പെട്ടോ എങ്കിൽ അത് ഭരണഘടനാപരമാണ്. അത് ഭരണഘടനാ വിരുദ്ധമെന്ന് എങ്ങനെയാണ്? നമ്മുടെ മതത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഭരണഘടന വിരുദ്ധം. എങ്ങനെ ചാടിയാലും 4 കാലിൽ വന്ന് ഈ രീതിയിൽ വന്ന് മാത്രമേ വീഴുള്ളൂ. നമ്മുടെ ഈ ഭരണഘടനയെക്കുറിച്ചൊക്കെ ഭരണഘടന വലുതാണെന്ന് തോന്നുന്നത് എങ്ങനെയാണ്? നമ്മുടെ മതപക്ഷ ഇടപെടലുകൾ നടത്തുന്ന ഭരണഘടനയാണ് ഭരണഘടനാപരം. നടത്തുന്ന കോടതിയാണ് ഭരണഘടനാപരമായ കോടതി, അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾ കാത്തുരക്ഷിക്കുന്നത്. മതത്തിനെതിരായി കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാകുക. അപ്പോൾ എത്രമാത്രം ഒരു സ്വാധീനം മതത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. മതമേവ ജയതേ.
അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം ഇരട്ടത്താപ്പാണെന്ന് ചോദിച്ചു, ഇരട്ടത്താപ്പാണെന്നൊക്കെയുള്ള ചോദ്യം തന്നെ ഒഴിവാക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പഞ്ചസാരയ്ക്ക് മധുരം ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഉള്ളൂ അത്. സോ എന്താണ് പറയുന്നത്, ഡിഫോൾട്ട് പ്രോഗ്രാമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ദേ ആർ സിംപ്ലി എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കുശിനി സംഘങ്ങളായിട്ട്, രാഷ്ട്രീയ പാർട്ടിയല്ല, മതങ്ങളുടെ ജാതികളുടെയൊക്കെ കുശിനി സംഘങ്ങളായിട്ട് പാർട്ടികൾ മാറിക്കഴിഞ്ഞു. അവർക്കല്ലാതെ സ്വന്തമായിട്ടൊരു നിലനിൽപ്പോ സ്വാതന്ത്ര്യബോധത്തോടെ അഭിപ്രായം പറയാനായിട്ടുള്ള ശേഷിയോ ആർജവോ ഒന്നും ഒരു പാർട്ടിക്കും ഇന്ത്യയിലില്ല. ദേ ആർ സിംപ്ലി പ്ലേയിങ് ഫോർ ദ മാസ്റ്റേഴ്സ്. കോടതി വിധിയൊക്കെ അവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്, അവർക്ക് അനുകൂലമാണെങ്കിൽ ഭരണഘടന വരും, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക്. അവിടെയാണ് ഇരട്ടത്താപ്പ് എന്നൊക്കെയുള്ള ഒരു ഇച്ചിരി എന്താണ് ദുർബലമായ വാക്കുകളാണ്.